ജിത്തുഭായ്, രേണുസുതിയുടെ ലക്കി കൂപ്പൺ പാണ്ടിക്കാട് കുഞ്ഞാന് ശേഷം ഇനി ആര് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. രേണുസുതി, അതിന് ഉത്തരം കിട്ടി. അപ്പൊ ലക്കി കൂപ്പൺ വിവാദം കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. പാണ്ടിക്കാട് കുഞ്ഞാന്റെ ലക്കി കൂപ്പന്റെ വിവാദങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇനി കുറെ ലക്കി കൂപ്പന്റെ വിവാദങ്ങൾ വരാൻ കിടക്കുന്നു എന്നുള്ളതാണ് എന്റെ മൈൻഡ് പറയുന്നത്. അതിന്റെ കൂട്ടത്തില് ഇവരൊക്കെ അത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതാണോ എന്നറിയില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു സംശയമില്ല, അത് അറിഞ്ഞുകൊണ്ട് അത് വിവാദം ആവണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇപ്പൊ ലക്കി കൂപ്പൺ കുഞ്ഞാൻ ചെയ്തതാണെങ്കിലും ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ കൊടകില് കർണാടകയിലുള്ള സാധനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി വീണ്ടും നമ്മളെ നാട്ടിലേക്ക് തന്നെ വലിച്ചഴിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഇനി ഇതിനെക്കുറിച്ച് ആരെങ്കിലും വിമർശിച്ചാൽ രേണുസുതി നാളെ വന്നിട്ട് പറയും എന്ത്, അയ്യോ എന്നെ വിമർശിച്ചേ, എന്നെ പറഞ്ഞു. അത് പറയാൻ നിൽക്കരുത്. കാരണം ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്തിട്ട് പിന്നെ ഇരവാദം മുഴക്കിയിട്ട് കാര്യമില്ല. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാട്ടോ. 500 രൂപ ഒരു വീടാണ് ഗൈസ്, വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് ഒരു കിടിലൻ വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, 2ാം സമ്മാനം എന്ന് വരുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ ഭാഗ്യശാലി. കാരണം അല്ല, നിങ്ങൾ ലൈവായിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീടും ജസ്റ്റ് ഒന്ന് കാണാൻ. നിങ്ങൾക്കൊരു കിടിലൻ ഓഫറാണ്. വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ്, കിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ ബാൽക്കണിയിൽ നല്ല അടിപൊളി വിഷ്വൽസ് ആണ്. ഓക്കെ, അടിപൊളി കിച്ചണും ഉണ്ട്. അടിപൊളി കിച്ചൺ ഉണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് നേരെ മുകളിലേക്ക് പോവാം, ബാക്കി എല്ലാം നമുക്ക് കാണാം. അപ്പൊ ഗൈസ് ദാ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിഷ്വൽസ് പറഞ്ഞ കാഴ്ചയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും വായും ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ്. അതുപോലെ റോഡ് സൈഡ് ആണ് അല്ലേ? അതെ, റോഡ് സൈഡിലാണ് ഈ ഒരു സ്ഥലം കേട്ടോ. അടിപൊളിയാണ്, നല്ല വിഷ്വൽസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 കേട്ടോ. വീട് മാത്രമല്ല, നിങ്ങളെ തേടിയിരിക്കുന്നത് 5 ബമ്പർ ഗിഫ്റ്റ് പോലത്തെ 5 ബമ്പർ ഗിഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട, താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ ടിക്കറ്റ് എടുക്കുക. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഇതിൽ നറുക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രേക്ഷകരായിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എന്തായാലും താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുന്ന ഇപ്പൊ തന്നെ നിങ്ങൾ അതിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ 5 ഒരു ഭാഗ്യശാലി. അപ്പൊ എന്തായാലും ഗൈസ്, ബൈ. സാധാരണ ലക്കി കൂപ്പൺ ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും അസുഖമാണ്, അല്ലെങ്കിൽ കടമാണ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് എന്നുള്ള എന്തെങ്കിലും ഒരു വാലും തുമ്പും കാണാം, അല്ലെങ്കിൽ ആ വീടിന്റെ ഒരു ഓണറെ കാണാം, എന്താണെങ്കിലും കാണാം. ഇതൊന്നുമില്ല. ഇവര് രണ്ടാളും നമുക്ക് ഭാഗ്യം ഉണ്ടാക്കി തരാൻ വേണ്ടി മാത്രം നടക്കണം ഗൈസ്. കേരള ലോട്ടറിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാണോ? ഭാഗ്യം നാളെയാണ് എന്ന് പറഞ്ഞിട്ട് വരാൻ. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയൊക്കെ കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ ഉള്ളത് ഇവരെ അറിയാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നണേ ഇല്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ് ഈ രണ്ടുപേരും, അല്ലേ? രണ്ടുപേരും ആക്റ്റീവാണ്. പിന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പേയ്മെന്റ് മേടിച്ചിട്ടും ആവും ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി റീൽസോ കൊളാബറേഷൻസോ പ്രൊമോഷൻസോ അല്ലെങ്കിൽ ഷോർട്ട് മൂവീസോ ഷോർട്ട് ഫിലിം എല്ലാ സാധനവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് തരുന്നതായിരിക്കും. ആ പേയ്മെന്റ് ഒന്നും എന്തില്ല, നിയമവിരുദ്ധമല്ല, ഒരാളുടെ കണ്ണീരില്ലാത്ത പേയ്മെന്റ് ആയിരിക്കും. ഇങ്ങനത്തെ ഉടായ്പകൾ പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിലൊന്നുമില്ല. 500 രൂപയ്ക്ക് ഗൈസ് നിങ്ങളൊരു കൂപ്പൺ എടുക്കൂ. ഏത് ഗൈസാണ് ഈ 500 രൂപയ്ക്ക് നിങ്ങൾ ഈ ഉടായ്പിന്റെ കൂപ്പൺ എടുക്കേണ്ടത്? അല്ല, ഇത് കൂപ്പൺ എടുക്കുന്നവരുണ്ടാവും, എടുക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എടുക്കുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു വാലും തുമ്പും ഇല്ല. ഒരു നിലമ്പൂർ എവിടെയോ ആണ് എന്ന് പറഞ്ഞു, നിലമ്പൂരല്ല വണ്ടൂർ എവിടെയോ ആണ് എന്ന് പറഞ്ഞു. വീടിന്റെ ലൊക്കേഷൻ പോലും പറയുന്നില്ല, കാണിക്കുന്നില്ല. വണ്ടൂർ റോട്ടുമക്കത്താന്ന് പറയുന്നുണ്ട്. ആരെ വീടാന്നില്ല, എന്തുകൊണ്ടാ വിൽക്കുന്നില്ല. വണ്ടൂര് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് വീട്ടിലും കയറി ഇതാക്കാന്നാണോ ഉദ്ദേശിച്ചത് അറിയില്ല. വണ്ടൂരാണ് ഗൈസ്, റോട്ടുമക്കത്താണ് ഗൈസ്. എല്ലാം വരുന്നത് മലപ്പുറത്തിന് കഴിഞ്ഞെത്തിക്കാണ്, അല്ലേ? ഓടിപ്പിടിച്ച് വരുന്നതൊക്കെ മലപ്പുറത്തിന് കഴിഞ്ഞെത്തിക്കാണെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും രേണുസുതിയും രേണുവിന്റെ ഒപ്പമുള്ള പ്രതീഷ് എന്ന് പറഞ്ഞുള്ള ചെക്കനും കൂടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്തിട്ടുള്ളത്. അവരിനി നറുക്കെടുത്തിട്ട് ഇത് എന്താവും അത് പറഞ്ഞു കേട്ടോ. നിങ്ങളാണ് നറുക്കെടുക്കുന്നത്, ജനങ്ങൾ. ഈ കൂപ്പൺ
എഴുതിയിട്ടിട്ട് നറുക്കെടുക്കാൻ വിളിക്കുന്ന ഇനിയിപ്പോൾ ഈ പറഞ്ഞ 500 രൂപ കൊടുത്തെടുത്ത് മേടിച്ച ആൾക്കാരെ മൊത്തത്തിലാണോ എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. എന്താണെങ്കിലും ഇങ്ങനൊരു സാധനം ഈ ഒരു സിറ്റുവേഷനിൽ അതും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നത് വളരെ മോശമാണ്. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ രേണുവിൻ്റെ ഈ പയ്യൻ്റെ വരുമായിരിക്കും, നിയമവിരുദ്ധമായ പ്രവൃത്തിയാണെന്ന് അറിയില്ല. കുറെ വിമർശിച്ചവർക്കെതിരെ കടന്ന് കുറെ ഒച്ചവിളി ഉണ്ടാക്കും. ഇനി അത് പിന്നെന്താ പറയുക, ഇതൊക്കെ സത്യം പറഞ്ഞാൽ റീച്ച് ഉപയോഗിക്കുക എന്നാണ്. കാരണം ഇപ്പം നല്ല റീച്ച് ഉള്ളത് കൊണ്ട് ആ റീച്ചിൻ്റെ മാക്സിമം പീക്ക് പൊട്ടൻഷ്യൽ ഉപയോഗിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് ഇങ്ങനത്തെ. അതായത് കാശ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സാധനം എടുത്ത് പ്രൊമോട്ട് ചെയ്യരുത്. ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെ അത് തന്നെയാണ് സംഭവം. കാശ് ഇത് എന്തായതൊന്നുമില്ല, ഫെയിമും കിട്ടും. അപ്പൊ എന്തായതൊന്നുമില്ല, എല്ലാം എടുത്തിട്ട് ചെയ്യാം. അല്ല ഇതിലൂടെ ഇത് ഓൾറെഡി നെഗറ്റീവ് ആണല്ലോ ഈ കൂപ്പന്റെ പരിപാടി. എല്ലാ നെഗറ്റിവിറ്റിയും കിട്ടുന്നുണ്ട്, കൂട്ടത്തിൽ ഈ നെഗറ്റിവിറ്റി കൂടി കിട്ടി ഞങ്ങൾ ഏറെ പോയിക്കോട്ടെ എന്നുള്ള രീതിക്കാണോ അത് ഏറെ പോണം എന്ന് വിചാരിച്ച് ചെയ്യണതായിട്ട് എനിക്ക് ഉറപ്പാണ്. ഇവരുടെ ഒരു ഇന്റർവ്യൂ ശ്രദ്ധിച്ചു നിങ്ങൾ News 18 കണ്ടു. ഞാനൊന്ന് പ്ലേ ചെയ്യാം. വൈറലാകാന്ന് പറഞ്ഞ ഒരു മാക്സിമം കുറച്ച് ദിവസം അല്ലേ, അത് കഴിഞ്ഞ് പിന്നെ ആ ട്രെൻഡ് കഴിഞ്ഞ് അടുത്ത ആള് വരും. ഇത് വെച്ചാല് ഒരു റീല് ചെയ്തതിനെ തുടർന്ന് ദാസന കോഴിക്കോടുമായിട്ട് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ അതൊന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടത് ഔട്ട് പറഞ്ഞു. പിന്നെ വൈറലായോ എയറിലാണോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ ഇന്നീ നിമിഷം വരെ ഇങ്ങനെ ഓരോ ആരോപണങ്ങളും അതും ഇതും എന്താ പറയാ റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും എല്ലാം രേണു സുധി എന്ന് പറയുന്നൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് യൂട്യൂബിൽ എവിടെയാണല്ലോ ഉണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം തുറന്നാലോ, അല്ലെങ്കിൽ ഞാൻ തന്നെ അത്ഭുതപ്പെടുക, ഇൻസ്റ്റാഗ്രാം തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ വേണ്ട ഫേസ്ബുക്ക് തുറന്നാലോ ഈ ഒരു കണ്ടന്റിന് വ്യൂസും കൂടുതലാണ്. രേണു സുധി പേര് മതി, വ്യൂസും കൂടുതലാണ്, കമന്റ്സും കൂടുതലാണ്, എല്ലാം ഇങ്ങനെ തന്നെ നിൽക്കും. രേണു സുധിക്ക് കൃത്യമായിട്ട് അറിയുന്നത് അവരുടെ കണ്ടന്റ് ഇൻട്രാക്ഷൻ ഉണ്ട്, ട്രാക്ഷൻ ഉണ്ട്, വ്യൂവർഷിപ്പ് ഉണ്ട്. അപ്പൊ അത് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലൈഫിൽ പല പ്രശ്നങ്ങളും കാണും. പൈസ എല്ലാവർക്കും ആവശ്യമാണ്, നമുക്കൊക്കെ പൈസ ആവശ്യമാണ്. പക്ഷെ അത് നല്ല രീതിയിൽ വരണം എന്നുള്ളൊരു സിറ്റുവേഷൻ വേണ്ടേ. ഇതിപ്പോ പോയിട്ട് ഇല്ലീഗലായിട്ട് ഇവിടുത്തെ നിയമത്തിനെ വെല്ലുവിളിച്ചൊരു പരിപാടി ചെയ്യാൻ മാത്രം എന്തുവാണ് ഇത്? നിങ്ങൾ എന്താ പറയുക, പൈസ എന്ന് പറഞ്ഞാൽ ഒട്ടും ചാവാതിരിക്കും. അതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ വരുമാനം കിട്ടുന്ന രീതിയിലുള്ള വർക്കും കാര്യങ്ങളും സിനിമയും ഷോർട്ട് മൂവിയും ഒക്കെ ആയിട്ട് നിങ്ങളുണ്ട്. ഓക്കെ, ഇൻ്റർവ്യൂസിന് വരെ നിങ്ങൾക്ക് പെയ്ഡ് ഇൻ്റർവ്യൂസ് ആണെന്നുള്ളത് പലരും എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അത് ഏത് സമയത്ത് സുധി എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചതിന് ശേഷം പല ആളുകളും അങ്ങോട്ടൊന്നും ഞങ്ങൾ അധികം പോകുന്നില്ല. ഓക്കെ, പോകേണ്ട ആവശ്യമില്ല, ഇപ്പം തൽക്കാലം പോകുന്നില്ല. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ഇത് കറന്റ് സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ സംഗതി ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുള്ളത് രേണു സുധി കണ്ണിങ് ആണ്. രേണു സുധി കണ്ണിങ് ആയിക്കോട്ടെ, അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ കണ്ണിങ് ആവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പേയ്മെന്റ് മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തെ പ്രവൃത്തിയും കൂടി ഇനി ചെയ്യാൻ തുടങ്ങുന്നത് ഇതൊന്നും ആക്സെപ്റ്റബിൾ അല്ലടേ. ഞാൻ ഇനിയിപ്പോൾ പലരും ചോദിച്ചു വരും, നിന്റെ ഫ്രണ്ട് ഖാദർ ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചു വരും. ഖാദർ ചെയ്തു നിയമവിരുദ്ധ പ്രവർത്തനമായിട്ട് അത് ആര് ചെയ്താലും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ സ്റ്റാൻഡ് ഈ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പൊ അതിനെ കൊണ്ട് വരുന്ന ഭവിഷ്യത്തുകളും കാര്യങ്ങളും അവരെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തൊരു മനുഷ്യൻ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ചോദ്യം പെട്ടകമായിട്ട് ഒരുത്തരും ഇങ്ങോട്ട് വരാം. അതിൽ ഒരു വ്യത്യാസവും പാടില്ല, സ്ത്രീ പുരുഷൻ അങ്ങനത്തെ ഒന്നുമില്ല. ഫ്രണ്ടാണോ കൂട്ടക്കാരാണോ കുടുംബക്കാരോ എന്നുള്ള ഒരു വ്യത്യാസവും പാടില്ല. നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം അതിന് എന്തിനു വേണ്ടി ചെയ്തതാണെങ്കിലും, വയ്യാത്തൊരാൾക്ക് വേണ്ടി ചെയ്തതാണെന്നുണ്ടെങ്കിലും, ഇല്ലെങ്കിൽ കടം വന്ന ഒരാൾക്ക് വേണ്ടി ചെയ്തതാണെന്നുണ്ടെങ്കിലും, ഇതുപോലെ ഒരു വാലും തുമ്പും ഇല്ലാതെ വെറുതെ വന്നൊരു ഗൈസ് 500 രൂപ തരണം ഗൈസ് എന്നാ വീട് പിടിച്ചോ, എന്താണ് ഇത്? മത്തിക്കച്ചവടം ഒന്നും പറയാൻ പറ്റില്ല, മത്തിക്ക് ഇപ്പൊ പൊന്നും വിലയാണ്. വേറെ എന്തെങ്കിലും അതിനേക്കാളും നല്ലതാണ് നമ്മളെ റോഡിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വയ്യാത്ത ആൾക്കാർക്ക് ഒരു ബക്കറ്റ് പിടിച്ചിട്ട് പിരിക്കാറുണ്ട്. അതിനേക്കാളും അന്തസ്സുണ്ട്. ഇതെന്ത് പരിപാടിയാണ്? അതായത് വ്യൂവർഷിപ്പ് ഉണ്ട്, വ്യൂവർഷിപ്പ് ഉണ്ട്, ആളുകൾ കണ്ടന്റ് കാണുന്നറിയാം. ചീത്ത പറയാനാണെങ്കിലും കാണുന്നവൻ ഇനി അവസാനം ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടിട്ട് 500 കൊടുത്താലോ? അതാണ് ഇവിടെ ശരിക്കും എക്സ്പ്ലോർട്ട് ചെയ്യുന്നത് ഇവര്. അപ്പുറത്തേക്ക് രേണു സുധിയാണ് ഇതിനകത്ത് കൂടുതലാവുന്നത്. അത് ശരിക്കും അത് സുഖമുള്ള കാര്യമാണ്. സുഖമുള്ള കാര്യമാണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും മനസ്സിന് സുഖം തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഭയങ്കര സത്യമല്ലെന്ന് നമുക്ക് പറയാം, എഴുതുന്നവർക്ക് എഴുതി പിടിപ്പിക്കുന്നവർക്ക് പറയാം. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതെന്താ സംഭവം, ഈ ഒരാളെ ഉള്ളോ ഈ സോഷ്യൽ മീഡിയക്കകത്തോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടന്റ് വരാൻ ഈ രേണു സുധി മാത്രമേ ഉള്ളോ എന്ന് ഞാൻ ചിന്തിക്കും. വേറെ എത്രയോ ആൾക്കാരുണ്ട്, അവർക്കാർക്കും ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. അതായത് ആദ്യ സമയങ്ങളിൽ ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് ഈ രേണു സുധീനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അതിന്റെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാം. ഇപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാൽ എടുത്തു പറയേണ്ടത് ഒപ്പമുള്ള ഞങ്ങൾക്കൊക്കെ എതിർപ്പാണ്. ഇവർക്ക് ഭയങ്കര എതിർപ്പായി. ജിത്തുബായി ഒന്നും ഒരു രീതിയിലും സപ്പോർട്ടില്ല, അല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ ഓൾറെഡി പറയും എന്തോ ഒരു ഉടായ്പ ഉണ്ടായിരുന്നു. ഞാനിത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്.
ഇപ്പൊ കാണുമ്പോൾ എന്താ അറിയോ, സത്യത്തില് ഇതിന്റെ പിന്നാമ്പുറം കുറെ കാര്യങ്ങൾ നമ്മൾ പണ്ടൊന്നും അന്വേഷിച്ച് നിന്നിട്ടില്ല. ഇപ്പൊ ഞാൻ സത്യത്തിൽ ഇവരുടെ ഈ റീൽസ് ഇങ്ങനെ കുറെ കാണുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. ഓൺലൈൻ മീഡിയാസ് ഇപ്പോൾ എൻ്റെയും സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ഇവരെ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇപ്പൊ മെയിൻ സ്ട്രീം ഓൺലൈൻ മീഡിയാസ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു മേജർ ഇവന്റ് വരുമ്പോൾ മാത്രമേ ഇവരെ കവർ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പൊ കവർ ചെയ്യുന്ന ആരൊക്കെയാ, അതിൻ്റെയും സെക്കൻഡ് ടയറിൽ നിൽക്കുന്ന ഓക്കെ. ഇപ്പൊ സോക്കോൾഡ് ഒരു 500, 800, 1 മില്യൺ ഉള്ള കുറെ ഓൺലൈൻ ചാനലുകളുണ്ട്, ഇൻസ്റ്റാഗ്രാം റീൽ പേജുകൾ, മറ്റേ ഷോർട്സ് എടുക്കുന്ന പേജുകളൊക്കെ. അത് മേജർ എന്തെങ്കിലും ഒരു പരിപാടിയോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ പക്ഷേ ഇവർ വിളിക്കുന്നിടത്തൊന്നും പോകുന്നില്ല. ഇത് ഇവരെ മൊത്തം ഇവർ വിളിച്ചു കൊണ്ടുവന്ന് അവർ ക്യാപ്ഷൻ ഇട്ട് ഈ വീഡിയോ നാട്ടുകാരെ കാണിക്കുമ്പോഴാണ് നാട്ടുകാർ തെറി വിളിക്കുന്നത്, ചീത്ത പറയുന്നത്. ഈ തെറി വിളി ചീത്ത വിളിന് ഞാൻ എൻഡോസ് ചെയ്യുന്നില്ല ഒരിക്കലും. കാരണം ഇവരെ ബോഡി ഷെയിം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവരെ ഒരു എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുമ്പോഴോ പോയിട്ട് ചീത്ത പറയുന്നതിനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ നാടകം പോലത്തെ ഈ സുധിച്ചേട്ടൻ്റെ ആണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള സാധനത്തിൻ്റെ പക്ക ഉടായ്പ നാടകം കാണുമ്പോഴാണ് സത്യത്തിൽ എനിക്കും റിയാലിറ്റി മനസ്സിലാവുന്നത്. ഇത് എന്തുവാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. മരിച്ചവരാണെങ്കിലും ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. അല്ല, ഒരു ഇന്റർവ്യൂ മൊത്തം സുധി എന്നാണ്. ഒരു ഇന്റർവ്യൂ കൊടുത്ത ആ ഇന്റർവ്യൂവില് ഒരാളെ വെച്ച്, ഒരു ബംഗാളിനെ വെച്ച് ഇരുത്തി എണ്ണിച്ചാൽ മതി, 500 രൂപ കൂലിയും കൊടുത്ത്. എത്ര സുധി പറയുന്നത്? ഈ ആറാട്ട് സിനിമയിൽ മറ്റേ മോഹൻലാലില്ലേ, നെയ്യാറ്റിങ്കര ഗോപൻ എന്ന് പറയുന്ന പോലെയാണ് സുധി എന്നാ പറയുന്നത്. അല്ല, ഞാൻ പറയില്ല, ആ സിനിമയിലെ ആ ക്യാരക്ടർ സ്വയം പറയാണല്ലോ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സ്വന്തം പേര് പറഞ്ഞ ക്യാരക്ടർ അതാ. പിന്നെ ഏതാ? ചാക്കോച്ചിയോ. മലയാളത്തിലെ ചാക്കോച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ് രേണു സുധീന്റെ ഇന്റർവ്യൂ. സുധി. അവരിപ്പോ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ് രേണു, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ഇതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, നോ വറീസ്. നിങ്ങൾ ഈ മരിച്ചുപോയ മനുഷ്യനും കൂടി ഒരു നെഗറ്റിവിറ്റി ഇനി ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ നിങ്ങൾക്ക് റീച്ച് ഉണ്ട്, നിങ്ങൾക്ക് വിസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഉടായ്പ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മളെ സംബന്ധിച്ച് മരിച്ച സമയത്ത് ഒരുപാട് പേരൊക്കെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, ഇല്ലെന്നല്ല. ഇപ്പോഴും ചെറിയ തുക, വലിയ നമുക്കത് വലിയ തുകയാണ്. അവര് നമുക്ക് നമ്മുടെ കൂട്ടുകാരാണ് ഹെൽപ്പൊക്കെ ചെയ്യുന്നൊരു കാലം ഉണ്ടെന്നേ. എപ്പോഴും എന്നും കുന്നും ആരും തരില്ലല്ലോ, നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. അപ്പം സത്യമായിരുന്നു. ഞാൻ ആലോചിച്ചു, ദൈവമേ വർക്കില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഉറക്കം അടച്ച് വർക്ക് ചെയ്യണത് തന്നെ നാളത്തേക്കിന് എന്ത്. എൻ്റെ കയ്യിൽ ഞാൻ ഒന്നും എനിക്ക് തോന്നുന്നു മേ ബി സൂചേട്ടനെ പോലെ സൂചേട്ടൻ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ പാത ആയിരിക്കണം. എനിക്ക് പേടിയാണ് ദൈവമേ ആ പാത പിന്തുടരാനാണ്. കാരണം അന്നന്ന് കിട്ടുന്നത്, അന്നന്ന് ഞാൻ ഈ അഭിനയിച്ച് കിട്ടുന്നത് ഞാൻ വീട്ടിൽ എന്റെ കാര്യങ്ങൾക്ക് ചെലവാക്കുകയാണ്. എന്റെ കാര്യമല്ല, വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെലവാക്കുക. എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ചെലവാക്കുന്നില്ല. എന്റെ ചില ആവശ്യം കൊണ്ടേ ഞാൻ അത് ചെയ്യും, അല്ലാതെ ഇന്ന് വരെ സൂക്ഷിച്ചു വെച്ചിട്ടൊന്നുമില്ല. അതിനുള്ളതൊന്നും ഞാൻ ഇപ്പം വാങ്ങിച്ചിട്ടില്ല. എല്ലാരും പറഞ്ഞ് വാങ്ങിക്കണം, നിനക്ക് കാശ് വാങ്ങിക്കാറൊക്കെ ആയി, നീ ഇപ്പൊ സോഷ്യൽ മീഡിയ നിനക്ക് നിന്റെ വില അറിയില്ല. എന്ത് വില എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനല്ല, നിനക്കിപ്പോ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല വിലയുള്ള വ്യക്തിയാണ്, നീ എന്താണത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ 1 രൂപ പോലും വാങ്ങാതെയാണ് രേണു സുധി ഇത്രയും കാലം എല്ലാ കാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഈ വീടിന്റെ കാര്യം ചെയ്തതും ഇനിയിപ്പോ 1 രൂപ വാങ്ങാതെ ഏതെങ്കിലും പാവപ്പെട്ടവനെ ഹെൽപ്പ് ചെയ്യാനാണോ? നാളെ ഇനിയിപ്പോ ഒരു പാവപ്പെട്ടവൻ പൊങ്ങി വരും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞങ്ങളിത് പറയാതിരുന്നത് ഇയാളുടെ നിസ്സഹായാവസ്ഥ നിങ്ങളെ കാണിച്ച് ഈ വീട് വിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഒരു രോഗീനെയോ ഒരു കടം ബാധിച്ച ഒരാളെയോ ഇനി പൊക്കി കൊണ്ടുവരും. ആരെ കൊണ്ടുവന്നാലും ഒരു ഇന്റർവ്യൂ വരും, അതിലൊരു പുച്ഛിച്ചിട്ട് ഒരു ശരിയൊക്കെ ചിരിച്ച് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്യും. ആരെ എടുത്തു കൊണ്ടുവന്നാലും ആരെ കാണിച്ചാലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അങ്ങനെ അയാളെ ഹെൽപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു ചാരിറ്റി വീഡിയോ ഇട്ട് ഹെൽപ്പ് ചെയ്യാം. ഒരാളെ കടത്തിന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് ആ നാട്ടുകാരെ മൊത്തം കൂട്ടിയിട്ട് ചെയ്യാം. ഇത് എവിടുന്ന് ഒരു അലകും തുമ്പും ഇല്ലാതെ ഒരു ഉടായ്പ ലക്കി ഡ്രോന്റെ മറ്റേ വീഡിയോ കൊണ്ടുവന്ന് കൂപ്പൺ 500 രൂപയ്ക്ക് എടുത്തോ ഗൈസ്, നിങ്ങൾ 5 പേരെ ഒരാൾ വിന്നർ ഗൈസ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ എടാ ഇതിനൊരു ഒരു ലിമിറ്റ് ഒന്നും ഇല്ലേ ഇത്? അതായത് അല്ലേ, അല്ലെങ്കിൽ നാട്ടില് ഇത്രയും സംഭവം ഈ ലക്കി ഡ്രോന്റെ മുകളിൽ എത്രയൊക്കെ ആളുകൾ എന്തൊക്കെ രീതിയിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇതിന്റെ വിമർശനങ്ങളൊക്കെ ഏതൊക്കെ വഴി കൂടി വരുന്നുണ്ട്. ഒന്നും അറിയാത്ത മറ്റേ തൊട്ടിൽ കിടക്കുന്ന പാൽ കുടിക്കുന്ന ഉള്ള കുട്ടികളൊന്നും അല്ലല്ലോ നിങ്ങൾ. അറ്റ്ലീസ്റ്റ് നിങ്ങളെ വിളിച്ച വ്യക്തിയോടെങ്കിലും നിങ്ങൾ ഒന്നും വേണ്ടറിയ അതിന്റെ ലൊക്കേഷൻ, പിന്നെ ക്രെഡിബിലിറ്റി എന്താന്ന് പോലും നിങ്ങൾ ചോദിക്കാതെ പോയിട്ട് പൈസ എന്നുള്ള രീതിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മലയാളികൾ നിങ്ങളെ ഇനിയും പറയും. ഓക്കെ, ആ പറയുന്നത് അടങ്ങനെ കേട്ടിരിക്കേണ്ടി വരും. പിന്നെ അതിന്റെ മുകളിൽ ഞാൻ അയൺ ലേഡി നിൽക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും. എനിക്ക് സമൂഹത്തിൽ ഭയങ്കര വിലയുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ആ വില നിങ്ങൾ കൊണ്ടുപോയി നശിപ്പിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അല്ല, ആർക്കെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇനിയും ചെയ്യാൻ
താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരാൾ വളർന്നു വരുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇതേപോലുള്ള ഉഡായ്പ ഫ്രോഡ് പരിപാടികൾ കൊടുത്ത് നാട്ടുകാരെ മുന്നിൽ വെച്ച് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു രൂപ ഉണ്ടാക്കാൻ നിങ്ങൾ കഷ്ടപ്പാടിനെ കുറിച്ചാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞത്. ഇതേപോലെ 1 രൂപ 2 രൂപ 3 രൂപ കൂട്ടി വെച്ച് 500 കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ നിങ്ങൾ ഈ ഉഡായ്പ സാധനം കണ്ടിട്ട് അത് ഇവിടുത്തെ നിയമത്തിനെ വെല്ലുവിളിച്ചിട്ട്, ഇവിടെ നിയമമില്ല ഇങ്ങനത്തെ ഒരു നിയമം. ചെയ്തവരൊക്കെ വാലും പൊക്കി ഓടി, ഇനി ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഭൂലോക ഫ്രോഡ് തട്ടിപ്പോയിട്ട് വന്നിട്ടുള്ളത്. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിലും.